ചെർപ്പളശ്ശേരിയിൽ ബേക്കറി ഉടമയെയും ജീവനക്കാരനെയും ഒരു സംഘം ആളുകൾ ചേർന്ന് മർദ്ദിച്ചതായി പരാതി. സഹകരണ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന ബേക്ക് ആൻഡ് ലൈക്ക് ബേക്കറി ഉടമ അബ്ദുൾ ഷുക്കൂറിനും സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് മർദ്ദനമേറ്റത്. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വ്യാപാര വ്യവസായി സമിതി രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കടയിൽ നിന്നും സാധനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കം കയ്യേറ്റത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവിച്ച 18-ാം തീയതി ആയിരുന്നു, ശനിയാഴ്ചയായിരുന്നു. പിന്നെ ഒരു 5:30-ക്ക് ശേഷമാണ് ഏപ്രിൽ 18 ഒരു പയ്യൻ വന്നിട്ട് ഇവിടുന്ന് മുസ്ലിം മേടിക്കുക. കടയിലകത്ത് നിറച്ച് തിരക്കായിരുന്നു. ടേബിൾ ലൈനിലൊക്കെ ആൾക്കാർ, സ്ത്രീകളും കുട്ടികളൊക്കെ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഒരു പയ്യൻ വന്നിട്ട് ഒരു 3 മുസ്ലിം ഇവിടുന്ന് വന്ന് തൂക്കി മേടിക്കുകയും അവന് ജ്യൂസ് കൗണ്ടറിൽ നേരിട്ട് പോയിട്ട് ജ്യൂസറെടുത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് അവൻ പറയണത് ഇതൊന്ന് തൊലിച്ച് കട്ട് ചെയ്ത് താഴെ പറഞ്ഞു. അവൻ്റെ ജ്യൂസേരം തിരക്കിലായിരുന്നു. ലൈനിൽ നിറച്ച ആൾക്കാർ ഇരിക്കുകയായിരുന്നു ജ്യൂസിന് വേണ്ടിയിട്ട്. അവൻ്റെ മുന്നേ വന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം വന്ന് കയറലും കൊടുക്കലും മുസമ്പി തൊലിച്ച് കട്ട് ചെയ്ത് താഴെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യൂസ് അടിക്കുന്ന ജീവനക്കാരൻ പറഞ്ഞു 1 മിനിറ്റ് കുറച്ചായിട്ടേ പറഞ്ഞു. അപ്പോൾ അവൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വീണ്ടും വരികയായിരുന്നു ഉള്ളിലേക്ക്. ആ സ്പോട്ടിൽ തന്നെ വീണ്ടും വന്നിട്ട് എന്ത് തൊലിച്ച് വെച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്ക് കൂടുകയും ഡോറ് തല്ലി പൊളിച്ച് അവനെ തല്ലാൻ വേണ്ടി പിടിച്ച് വലിക്കുമ്പോഴാണ് ഞാൻ ചെന്നിട്ട് എന്താ പ്രശ്നം, കസ്റ്റമേഴ്സുകളൊക്കെ അവരെ നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് സോൾവ് ചെയ്തിട്ട് എന്താ പ്രശ്നം, അതിൻ്റെ പ്രശ്നം എന്തിനാണ് എൻ്റെ ജീവനക്കാരനെ അടിക്കണ, ഡോർ എന്തിനാ തല്ലി പൊളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു മുസമ്പി തൊലിച്ച് തരുന്നില്ല എന്ന്. മുസമ്പി തൊലിച്ച് തരുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനല്ല അവിടെ ഇരിക്കണം, അതിന് ഡോറ് തല്ലി പൊളിക്കണം, എൻ്റെ ജീവനക്കാരനെ തല്ലണമെന്ന് ചോദിച്ചു. അപ്പം അവൻ്റെ കൂടെ വേറൊരുത്തനും കൂടെ പുറത്തുനിന്ന് കയറി വരികയായിരുന്നു. എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് അവർ പറഞ്ഞു പിന്നെ അത് പൊളിച്ചു കൊടുക്കാത്തതിന്. അവൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു. ആരുടെ ചോദിച്ചു, എൻ്റെ ജീവനക്കാരൻ ജ്യൂസേരം പറഞ്ഞ് സംസാരിച്ച് ഇഷ്ടപ്പെട്ടില്ല. എന്താണ് അപമര്യാദയായിട്ട് നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ ചോദിച്ചു. എന്നോട് പറയാനല്ല ഞാൻ ഇരിക്കണം. അപ്പോൾ അവർ പറയണേ അവൻ പുറത്ത് പറയാമെന്ന് പറഞ്ഞു. അതായത് മുസമ്പി തൊലിച്ച് തരാൻ പുറത്ത് ഒന്നിൽ സപ്ലയർ അടുത്ത് അല്ലെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ഫ്രൂട്ട്സ് കാരൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് പറയാനാണ് അവൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ലായിരുന്നു. അതിന് നിങ്ങൾ എന്തിനാ തല്ലി അവരെ. അപ്പോൾ അങ്ങനെ വാക്ക് തർക്കമായിട്ട് കസ്റ്റമർ അപ്പുറത്തേക്ക് ഓടൽ തുടങ്ങി. ഇവരുടെ സൗണ്ടും ഭീകരതയും കണ്ടിട്ട് എന്നെ പൊടിച്ച് മുസമ്പി എടുത്തിട്ട് നേരത്തേക്ക് ഇങ്ങനെ ഇടിയായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്ത് കട്ട് ചെയ്തിട്ട് അപ്പത്തേക്ക് എന്നെ അടിക്കൽ തുടങ്ങി. ഞാനും എന്നിട്ട് അവർ വീണ്ടും കൂട്ടത്തോട് തന്നെ വന്നിട്ട് എന്നെ ഇടിച്ച് കണ്ണിലേക്ക് ഇടിച്ചിട്ട് അവിടെ ഇട്ട് 3-4 പേര് എന്നെ ഇടിക്കായിരുന്നു. വ്യാപാരികൾക്ക് നേരെയുണ്ടായ ഇത്തരം അക്രമങ്ങളിൽ വ്യാപാര വ്യവസായി സമിതി നേതാക്കൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വ്യാപാര സ്ഥാപനങ്ങളിൽ സമാധാനപരമായി ജോലി ചെയ്യുന്നവർക്ക് നേരെ നടക്കുന്ന ഇത്തരം ഗുണ്ടായുസങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമിതി ആവശ്യപ്പെട്ടു. ഇന്നിപ്പോൾ അടുത്ത കാലത്തായി കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകൾ, ദൂരെ നിന്ന് വരുന്ന ഗുണ്ടകൾ ചെർപ്പശ്ശേരിയിലെ ചില വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി അക്രമം നടത്തുകയും വ്യാപാരികളെ തല്ലിച്ചതയ്ക്കുകയും തൊഴിലാളികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന രീതി കണ്ടുവരുന്നുണ്ട്. ഇതിന് ശക്തമായ നിലപാടെടുക്കേണ്ടത് ഇവിടുത്തെ പോലീസ് അധികാരികളാണ്. ഇപ്പോൾ ഇവർ ഞങ്ങളുടെ അടുത്ത് വന്ന് വ്യാപാരി വ്യവസായ സമിതിയിൽ വന്നിട്ട് ഇങ്ങനൊരു വിഷയം പറഞ്ഞപ്പോൾ ശക്തമായി പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു ബൈറ്റ് എടുക്കാനും ഞാനും സമ്മതിച്ചത്. ചെർപ്പശ്ശേരി വ്യാപാരി വ്യവസായ സമിതി ഏത് പ്രശ്നത്തിൽ ഇടപെടുമ്പോഴും ആ കച്ചവടക്കാരൻ്റെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാൻ എന്നും ബാധ്യസ്ഥനാണ്. ചെർപ്പശ്ശേരിയിലെ പോലീസ് അധികാരികൾ ഇത് ഒരു നിസാരമായി കണ്ടു കഴിഞ്ഞാൽ ഗുണ്ടകൾക്ക് വീണ്ടും അതൊരു ചെയ്യുവാൻ, ഇതുമാതിരിയുള്ള അക്രമങ്ങൾ ചെയ്യുന്നതിന് കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന രീതിയിലായിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പോലീസ് അധികാരികൾ നിയമപരമായിട്ട് ഇതിന് ശക്തമായ നടപടിയെടുക്കുകയും ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുകയും വ്യാപാരികൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവരികയും വേണമെന്നാണ് പറയാനുള്ളത്. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛനമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA Sons Gold and Diamonds, ചെർപ്പളശ്ശേരി.